ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അമ്മക്കൂടിലേക്ക് സ്വാഗതം. ഇന്ന് ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതിനായി 3 ഞണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. കറക്റ്റ് വെയിറ്റ് പറയുകയാണെങ്കിൽ 1 കിലോ 50 ഗ്രാം ഉണ്ട്. അധികം ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഞണ്ടിനെ എല്ലാം കൂടെ നമുക്ക് ആദ്യമേ ഒന്ന് കഴുകി വൃത്തിയാക്കണം. ഞാൻ ഇതിനെ ഇപ്പോൾ തന്നെ 4 തവണ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനിടുന്ന വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. തുടക്കക്കാരി എന്ന നിലയിൽ എൻ്റെ വീഡിയോയിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നറിയാം. എന്നാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചുകൂടെ? നമുക്ക് വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് പോകാം. ഞണ്ട് വൃത്തിയാക്കാനായി നമ്മൾ ആദ്യം ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ വി പോലിരിക്കുന്ന ഭാഗത്ത് കൂർത്ത വശത്ത് കത്തി കൊണ്ട് നമ്മളിത് ഇങ്ങനെ അടർത്തിയെടുത്ത് വെറുതെ ഒന്ന് ചെറുതായി ഒന്ന് പ്രസ് ചെയ്താൽ മതി. ആ ഭാഗം അടന്നു പോരും. ഇനി വീണ്ടും നന്നായി ഒന്ന് അലമ്പി കഴുകി എടുക്കുക. ഇനി അതിൻ്റെ കാലുകൾ പതുക്കെ ഇങ്ങനെ ഒന്ന് ചിണിക്കി കൊടുത്താൽ മതി, അടർന്നു പോരും. ഇനി അതിന് ശേഷം ഈ കുഞ്ഞു കുഞ്ഞു കാലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം. പെട്ടെന്ന് പോരൂന്നേ. കത്രിക ഉണ്ടെങ്കിൽ അതുകൊണ്ട് വെട്ടിയെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. എൻ്റെ കത്രിക ഇവിടെ കണ്ടില്ല. അത് തപ്പിയെടുത്ത് വരുമ്പം ഈ ഞണ്ട് ചീഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പം കത്തി കൊണ്ട് ഞാൻ ഇതിനെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. കണ്ടല്ലോ എങ്ങനെയാണ് കാല് നമ്മൾ ഒടിച്ചെടുത്തതെന്ന് കണ്ടില്ലേ? വലിയ കാല് സൂപ്പറായിട്ട് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ കാണിച്ചു തരാം വലിയ കാല് അടർത്തുന്നത്. ഇനി കണ്ടില്ല എന്ന് പറയരുത്. ഞണ്ടിൻ്റെ കാല് പിടിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. ഇനി ഈ കുഞ്ഞിക്കാലുകൾ കത്തി കൊണ്ടോ കത്രിക കൊണ്ടോ നിൽക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞു കേട്ടോ. ഇനി ഒന്നുകൂടെ കഴുകിയതിന് ശേഷം നമുക്കിതിനെ പൊളിച്ചെടുക്കണം. തൊണ്ട് പൊളിച്ചെടുക്കണ്ടേ? അതിനായിട്ട് ഇങ്ങനെ ആ വി പോലുള്ള ഭാഗത്താണ് നമ്മൾ പൊളിച്ചെടുക്കാൻ പോകുന്നത്. ആ കുഞ്ഞിക്കാലിൻ്റെ അവിടെയായിട്ട് നമ്മളിങ്ങനെ ഇടത് കൈയുടെ തള്ളവിരൽ കൊണ്ട് പ്രസ് ചെയ്തിട്ട് വലത് കൈ കൊണ്ട് തോടിങ്ങനെ വലിച്ച് അടർത്തിയെടുക്കണം. ഈ തോട് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഈ ചെകിള ഭാഗം, അതായത് മത്തിക്കും അയിലയ്ക്കും ഒക്കെ ഉള്ള ചെകിളയില്ലേ, അതുപോലത്തെ സംഭവമാണ് ഇത് ഞണ്ടിനകത്തുള്ളത്. ഇത് നമ്മൾ ഉപയോഗിക്കില്ല. ഇതിനെ നമ്മൾ അടർത്തിയെടുത്ത് കളയണം. ഇതെല്ലാം ഇങ്ങനെ കത്തി കൊണ്ട് എടുത്ത് കളയണം. ഇതിൻ്റെ ആ കൊമ്പ് പോലുള്ള ഭാഗങ്ങളും നമുക്ക് എടുത്ത് കളയണം. ആ മഞ്ഞ സാധനത്തിൻ്റെ തൊട്ടപ്പുറത്തൊരു കൊമ്പ് പോലെ 2 കഷ്ണമുണ്ട്. അത് ഞാൻ കുറച്ചുകൂടെ ക്ലിയറായിട്ട് അടുത്ത ഞണ്ട് എടുക്കുമ്പോൾ കാണിച്ചു തരാം. ഇനി ചെകിള ഭാഗമൊക്കെ എടുത്ത് കളഞ്ഞ സ്ഥലത്ത് എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കഴുകിയെടുക്കാം. കുത്തി ഒലിച്ച് കളഞ്ഞ് അതിൻ്റെ ആ മഞ്ഞയൊന്നും കളയരുത്. അത് ഈ കാണുന്നത് അഴുക്കാണ് കേട്ടോ, അതിൻ്റെ സഞ്ചിയാണ്. അതും കാണിച്ചു തരാം അടുത്ത ഞണ്ട് എടുക്കുമ്പോൾ. കാരണവന്മാരൊക്കെ പറയും ഇരുട്ടുള്ള സമയത്ത് വേണം ഞണ്ട് മേടിക്കാമെന്ന്, ഇരുട്ടുള്ള സീസണിൽ. ഇതാണ് എൻ്റെ കൊമ്പ്. അത് നമ്മൾ ആദ്യമേ എടുത്ത് കളയും. കണ്ട, അതെന്താണ് കാരണവന്മാരങ്ങനെ പറയുന്നതെന്നറിയാമോ? ഇരുട്ടുള്ള സമയത്താണ് ഞണ്ടിന് പൊന്ന് വയ്ക്കുന്നതെന്ന് പറയും. അതായത് ഞണ്ടിന് ഏറ്റവും രുചിയുള്ളത് ആ പൊന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കേട്ടൊക്കെയാണ് ഞാനും ഇങ്ങനെയൊക്കെ പറയുന്നത്, പൊന്നെന്നൊക്കെ. ഇതിനകത്ത് നിറച്ചുണ്ട്. ഇനി ആ സഞ്ചി കാണിച്ചു തരാം, അഴുക്കുള്ള ആ സഞ്ചി. അതായത് ഈ ഞണ്ടിൻ്റെ വേസ്റ്റൊക്കെ വന്ന് തങ്ങി നിൽക്കുന്ന ആ സഞ്ചിക്കകത്ത് നമ്മളത് കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ എടുക്കും. ആ സഞ്ചിക്കുള്ളിൽ അഴുക്കൊന്നുമില്ല. നോക്ക്, കണ്ട, നല്ല ക്ലീനാണ്. എന്നാലും അത് ആ വേസ്റ്റാണ്, അത് നമ്മളെടുത്ത് കളയും. ഈ 2 ചെകിളയും നമ്മൾ കളയും. അതൊക്കെ എടുത്ത്
കളഞ്ഞ് വൃത്തിയാക്കി ഇതേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ, കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളതിനെ ഒന്നുകൂടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട, നല്ല സുന്ദരി കുട്ടിയായി മാറിയത് കണ്ട. ഇനി ദേ ആ കൊമ്പിരിക്കുന്ന ഭാഗം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഭാഗമാണ്, പക്ഷേ ഞാൻ കൊമ്പ് എന്നാണ് പറയുന്നത്. ദേ അതെവിടെയാണെന്ന് വെച്ചാൽ കണ്ണ് കണ്ട, ആ ഞണ്ടിൻ്റെ കണ്ണ് കണ്ട, 2 കണ്ണിൻ്റെയും തൊട്ട് താഴെയുള്ള ഭാഗത്താണ് ആ 2 തോടിരിക്കുന്നത്, ചെറിയ തോട്. അതിനെ നമ്മളിങ്ങനെ ദേ കണ്ട കണ്ണ് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചു തരുമോ കേട്ടോ. ദേ ഇങ്ങനെ അടർത്തിയെടുത്തതിന് ശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകി പിന്നെ നേരത്തെ കാണിച്ചതുപോലെ തന്നെയൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. ഇനി കാല് ഇത് ഇങ്ങനെ 2ആയിട്ട് ഒടിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ കൂർത്ത ഭാഗം നമ്മളിത് ഇങ്ങനെ എന്തിൻ്റെങ്കിലും പുറത്ത് വെച്ചിട്ട് ഇതിങ്ങനെ കത്തിയുടെ മാട് കൊണ്ട് വേണം വെട്ടിയെടുക്കാൻ കേട്ടോ. എൻ്റെ അമ്മയെല്ലാം ഞാൻ ചെറുതിലേ കണ്ടിട്ടുണ്ട്, അമ്മയൊക്കെ ഞണ്ടിങ്ങനെ ക്ലീൻ ചെയ്യുന്നതൊക്കെ. അതിങ്ങനെ ചിരട്ട ഇങ്ങനെ വെച്ചിട്ട് ചിരട്ടയുടെ പുറത്ത് വെച്ചിട്ടാണ് വെട്ടിയെടുക്കുന്നത്. ഇത് ഞണ്ടിൻ്റെ പൊന്നാണ്. ഈ പൊന്ന് നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റും. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം, എന്നാലേ ഞാൻ അയക്കുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ഞണ്ടിനെ നമുക്കിനി മുറിച്ചെടുക്കണം. ദേ ആ വീവുള്ള ഭാഗത്തൂടെ തന്നെയാണ് ഞാനത് മുറിക്കുന്നത്. ഇനി അതിനെ വട്ടവും കൂടെ മുറിക്കുമ്പോൾ, അതായത് ഒരു ഞണ്ടിനെ നമ്മൾ 4ആയിട്ട് മുറിച്ചെടുക്കും. കണ്ട, നല്ല സ്റ്റൈലായിട്ട് വന്നില്ലേ? ഇങ്ങനെ നമ്മൾ ആ ഞണ്ടിനെ ദേ ഇങ്ങനെ മുറിച്ചെടുക്കണം. എന്നിട്ട് അടുത്ത ഞണ്ടിനെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ദേ ഇങ്ങനെ മുറിച്ചിട്ട് ഇനി ഇതിനെ വട്ടം മുറിക്കും. അങ്ങനെ നമ്മുടെ ഞണ്ടിൻ്റെ പരിപാടികൾ ഇവിടെ ഏകദേശം തീരാറായി. ഞണ്ടൊക്കെ വൃത്തിയാക്കി മുറിച്ച് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.